എൻ്റെ പേര് ജൂബി. ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് കാനഡയിലേക്ക് മൂവ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. നെക്സ്റ്റ് വീക്കാണ് ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സക്സസ്സിൽ എത്തി നിൽക്കാൻ കാരണം ജിയാൻ്റെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ്. ഈ ഏജൻസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് CV മേക്കിംഗ് തൊട്ട് നമ്മുടെ ലാസ്റ്റ് വിസ സബ്മിഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെരി എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്തത് ത്രൂ ജിഷ മാമാണ്. ജിഷ മാമിന് ഒത്തിരി താങ്ക്സ് പറയുന്നു. കാരണം ഞാൻ മുമ്പ് വേറെ രാജ്യത്ത് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ പറ്റി അറിയാനായിട്ട് പല ഏജൻസികളിൽ വിളിച്ചിട്ടുള്ളത് കൊണ്ടും തന്നെ ഈ ഏജൻസിയിലുള്ള എല്ലാ ആളുകളും നമ്മളോട് ഇടപെടുന്ന രീതിയും അവർ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചെയ്തു തരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അവർ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തന്ന് അങ്ങനെ ചെയ്യും. പിന്നെ കാനഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഓഫീസ് ടൈമിലല്ല അവരുടെ ഒരു ഓഫീസ് കാര്യങ്ങൾ വരുന്നത്. അപ്പം നമുക്കതിൻ്റെ ഓഫീസ് ടൈമും കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഇതുമായിട്ട് നോക്കുമ്പം ഡേ ആൻഡ് നൈറ്റ് അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സംശയം നമുക്ക് ഏത് ടൈമിലാണോ തോന്നിയത് ആ സമയത്ത് തന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പാകത്തിന് അവർ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമുക്കവർ പറഞ്ഞു തരും, A to Z കാര്യങ്ങൾ. കാരണം നമുക്കിതിനെപ്പറ്റി വലിയ നോളജൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവർക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ മിസ്ലീഡ് ചെയ്യില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്തിട്ട് നമുക്കത് പാസ് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് അറിയാം കാനഡേൻ്റെ പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 to 6 മന്തിനിടയ്ക്ക് തന്നെ ഇതിൻ്റെ റൂൾസൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ്ങിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രിക്കോഷൻസും കൂടി എടുത്ത ശേഷമാണ് അവർ നമ്മുടെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യുള്ളൂ. നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ് ജെന്യുവൻ ആണെങ്കിൽ നമ്മൾ ജെന്യുവൻ ആണെങ്കിൽ അവർ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. അതിലൊരു പ്രശ്നവുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാനഡയിലേക്ക് മൂവ് ചെയ്യാൻ ഞാൻ LPN ആയിട്ടാണ് പോകുന്നത്. എക്സാം എഴുതി പാസ്സായിട്ടാണ് പോകുന്നത്. എന്നാലും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അത് പാസ്സാവാൻ പാകത്തിന് അവർ നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. CPNR മാത്രമല്ല, അവരുടെ അടുത്ത് ഒരുപാട് കോഴ്സുകളുണ്ട്. അവർ ഒത്തിരി രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആ ഏജൻസിയിൽ നേരിട്ട് പോയിട്ടില്ല. ഇവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ വളരെ ഭംഗിയായിട്ട് വളരെ അറേഞ്ച്ഡ് ആയിട്ട് വളരെ പ്രോപ്പർ മാനറിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ജിയാൻ്റെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിക്കാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരു നേഴ്സാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ കാനഡയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജിയാൻ്റെയിൽ പോവാം. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും. എല്ലാ രീതിയിലും നിങ്ങളുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യുന്നത് വരെ അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അഗൈൻ താങ്ക്സ് ടു ഓൾ ജിയാൻ്റെ സ്റ്റാഫ്, എസ്പെഷ്യലി ടു ജിഷ മാം ആൻഡ് ടു സിജി മാം. താങ്ക് യു സോ മച്ച്.